സുൽത്താൻ ഷെഹരിയാർ ഒന്നിനും ഒരു കുറവില്ലാതെ വളരെ സന്തോഷവാനായി രാജ്യം ഭരിച്ചു വരികയായിരുന്നു. പ്രജകളും രാജ്യവും സമ്പൽ സമൃദ്ധിയിൽ മതിമറന്നു. ഒരു ദിവസം സുൽത്താൻ ഞെട്ടിക്കുന്ന ആ രഹസ്യം തിരിച്ചറിഞ്ഞു. രാജ്ഞി തന്നെ ചതിച്ചിരിക്കുന്നു. വിശ്വാസവഞ്ചന പൊറുക്കാൻ അദ്ദേഹം തയ്യാറല്ലായിരുന്നു. കോപാഗ്നിയിൽ തിളച്ച അദ്ദേഹം രാജ്ഞിയെ വധിച്ചു. എന്നിട്ടും മനസ്സുഖം ലഭിച്ചില്ല. ദുഃഖം മാറുവാനായി സഹോദരനായ ഷംസുവുമൊത്ത് ഷെഹരിയാർ ഒരു യാത്ര പുറപ്പെട്ടു. ഷംസം പലതരത്തിലും കോപം തണുപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും അതൊന്നും സുൽത്താന് സ്വീകാര്യമായില്ല. അങ്ങനെ ഒരു ദിനം അവർ കടൽ തീരത്ത് എത്തിച്ചേർന്നു. ഇരുവരും കാറ്റേറ്റ് ഇരിക്കുമ്പോൾ അവിടേക്ക് വെള്ളത്തിലൂടെ എന്തോ ഒന്ന് വരുന്നത് കണ്ടു. ഒരാൾ മാറോട് ചേർത്ത് പിടിച്ച് വലിയൊരു പെട്ടിയുമായി നീന്തി വരുന്ന കാഴ്ച. ഷെഹരിയാറും ഷംസവും പെട്ടെന്നു തന്നെ അടുത്തുള്ള മരത്തിന്റെ മറവിൽ ഒളിച്ചിരുന്ന് അതെന്താണെന്ന് സൂക്ഷിച്ചു നോക്കി. അതൊരു മനുഷ്യനായിരുന്നില്ല, ഭൂതമായിരുന്നു. ഭൂതം മെല്ലെ 7 ചങ്ങലകളാൽ ബന്ധിച്ച പെട്ടി തുറന്നു. അതിൽ നിന്നും അതിസുന്ദരിയായ ഒരുവൾ പുറത്തു വന്നു. ഭൂതത്താൻ എവിടെ നിന്നോ വിവാഹനാളിൽ തട്ടിയെടുത്ത യുവതിയായിരുന്നു അവൾ. ഭൂതം വാത്സല്യപൂർവ്വം അവളുടെ മടിയിൽ തലവെച്ച് മണൽപ്പരപ്പിൽ കിടന്നു. ഭൂതമുറക്കമായപ്പോൾ മണ്ണുകൊണ്ട് മടിയോളം വരുന്ന ഒരു കൂനയുണ്ടാക്കി അതിൽ ആ തല ഇറക്കി വെച്ച് യുവതി എണീറ്റ് ചുറ്റും നോക്കി. അപ്പോൾ ഒളിച്ചിരുന്ന സുൽത്താനെയും ഷംസത്തിനെയും കണ്ടുപിടിച്ചു. അവർ രണ്ടുപേരോടും തന്നെ ഭാര്യയായി സ്വീകരിക്കണമെന്ന് യുവതി ശഠിച്ചു. എന്നാൽ രാജാവും ഷംസവും ഇതിനെ എതിർത്തപ്പോൾ അവൾ ഒരു ആഭരണപ്പെട്ടി തുറന്നു കാണിച്ചു. അതിനുള്ളിൽ നിറയെ പലതരത്തിലുള്ള വിലപിടിച്ച മോതിരങ്ങൾ. "ഇത്രയധികം മോതിരങ്ങൾ നിനക്ക് എവിടെ നിന്ന് ലഭിച്ചു?" രാജാവിന് അത്ഭുതം അടക്കാനായില്ല. അപ്പോൾ അവൾ പറഞ്ഞു, "ഞാൻ ഇതുവരെ ആരുടെയൊക്കെ ഭാര്യയായിരുന്നുവോ അവരുടെ എല്ലാം കയ്യിൽ നിന്നും ഒരു മോതിരം വാങ്ങും, ഒരടയാളം പോലെ." രാജാവ് കോപാന്തനായി. 7 താഴിട്ട് പൂട്ടിയിട്ടും ഇവൾ കൊടും പാപിയാണ്. 7 താഴിട്ട് പൂട്ടിയിട്ടും ഇങ്ങനെ എത്രയേറെ പുരുഷന്മാരെ ഇവൾ ചതിച്ചിരിക്കുന്നു. അങ്ങനെയെങ്കിൽ നാട്ടിൽ സുഖമായി കഴിയുന്ന സ്ത്രീകളുടെ കഥയോ? ഷെഹരിയാറിന്റെ സ്ത്രീ വിദ്വേഷം ഇത് ആളിക്കത്തിച്ചു. അദ്ദേഹം ഷംസമിനോട് അലറി, "ഞാൻ ഒരിക്കലും ഒരു സ്ത്രീയെയും ഇനി വിശ്വസിക്കില്ല." ഷംസം പലതും പയറ്റിയിട്ടും അദ്ദേഹത്തിന്റെ മനസ്സിൽ വൈരാഗ്യവും വാശിയും കൂടിക്കൂടി വന്നു. പിന്നീട്, "ഷംസം, നമുക്ക് കൊട്ടാരത്തിലേക്ക് തിരികെ പോകാം. ഇതുപോലെ പുരുഷവർഗത്തെ ചതിക്കുന്ന സ്ത്രീകളെ ഒന്നടങ്കം ഒരു പാഠം പഠിപ്പിച്ചിട്ടേ എനിക്കിനി വിശ്രമമുള്ളൂ." അവർ ഇരുവരും കൊട്ടാരത്തിലെത്തി. സുൽത്താൻ ഷെഹരിയാർ ഒരു കൽപ്പന പുറപ്പെടുവിച്ചു. "ഈ നാട്ടിൽ നിന്നും എല്ലാ ദിവസവും രാത്രിയിൽ ഒരു കന്യകയെ എൻ്റെ മണിയറയിൽ എത്തിക്കണം. ആ കന്യകകളെ മണിയറയിൽ സൂക്ഷിച്ചിരുന്ന വാൾ കൊണ്ട് പുലർച്ചെ തല വെട്ടുകയായിരുന്നു അദ്ദേഹത്തിന്റെ ഉദ്ദേശം." അങ്ങനെ മണിയറയിൽ ചോരപ്പുഴയൊഴുകി. വധിക്കപ്പെട്ടവരുടെ കുടുംബങ്ങൾ തലതല്ലി കരഞ്ഞു. കന്യകകൾ ആരും സ്വമേധയാ മുന്നോട്ട് വരില്ലെന്നതിനാൽ മന്ത്രി അതിനൊരു പോംവഴി കണ്ടുപിടിച്ചു. രാജ്യത്തിലെ എല്ലാ കന്യകകളുടെയും പേരെഴുതി നറുക്കിട്ട് ഇരകളെ കണ്ടുപിടിക്കുക. മന്ത്രി പതിവ് പോലെ ഒരു ദിനം നറുക്കിട്ടപ്പോൾ ഷെഹർസാദ. മന്ത്രി ഞെട്ടിത്തരിച്ചു. തൻ്റെ പൊന്നുമകൾ. അയാൾ പൊട്ടിക്കരഞ്ഞു. കൽപ്പനപ്രകാരം സുൽത്താന്റെ മണിയറയിലേക്ക് ഷെഹർസാദയ്ക്ക് പോകാനുള്ള സമയമെടുത്തു. കരഞ്ഞുകൊണ്ടിരുന്ന പിതാവിനെ ആശ്വസിപ്പിച്ചുകൊണ്ട് അവൾ പറഞ്ഞു, "ദൈവത്തിന്റെ ഇഷ്ടം അതാണെങ്കിൽ അങ്ങനെ നടക്കട്ടെ. ഒന്നുകിൽ ഞാൻ മരിക്കും, അല്ലെങ്കിൽ ഈ രാജ്യത്തിലെ കന്യകകൾക്ക് ഈ ദുർവിധി ഒരിക്കലും ഇനി ഉണ്ടാവില്ല." അങ്ങനെ ദുഃഖഭാരത്താൽ യാത്ര ചോദിക്കുന്നതിന് മുൻപ് അനുജത്തി ദുന്യസയെ അടുത്തു വിളിച്ച് ഇപ്രകാരം പറഞ്ഞു, "കൊട്ടാരത്തിൽ വെച്ച് ഞാൻ രക്ഷപ്പെടാനായി ഒരു തന്ത്രം പ്രയോഗിക്കും. എൻ്റെ അന്ത്യാഭിലാഷത്തിനായി
നിന്നെ കാണണമെന്ന് പറയും. നീ അവിടെ വന്ന് കാണുമ്പോൾ അവസാനമായി ഒരു കഥ പറയണമെന്ന് എന്നോട് ആവശ്യപ്പെടണം. അങ്ങനെ ഷെഹ്റസാദ കൊട്ടാരത്തിലെത്തി. രാത്രിയിൽ മണിയറയിൽ പ്രവേശിച്ചു. അവളുടെ അംഗലാവണ്യത്തിൽ മതിമറന്ന സുൽത്താൻ ചോദിച്ചു, പ്രിയേ, നിനക്ക് അവസാനമായി എന്തെങ്കിലും എന്നോട് ചോദിക്കാനുണ്ടോ? എനിക്ക് എൻ്റെ അനുജത്തിയെ ഒന്ന് കാണണമെന്നുണ്ട്. ദയവായി അങ്ങതിന് സമ്മതിച്ചാലും. അങ്ങനെ ദുന്യസ അവിടെ എത്തിപ്പെട്ടു. ചേച്ചിയെ കണ്ട മാത്രയിൽ ഒരു കഥ കേൾക്കണമെന്ന ആഗ്രഹവും അവൾ സുൽത്താനോട് ഉണർത്തിച്ചു. അങ്ങനെ ഷെഹർസാദ മെല്ലെ ഹൃദ്യമായ ഭാഷയിൽ കഥ പറഞ്ഞു തുടങ്ങി. കഥയിൽ ലയിച്ച സുൽത്താൻ തൻ്റെ വാളും ഇരയും ഒക്കെ മറന്ന് നേരം പുലർച്ചയായി. ആ കഥ പൂർത്തിയാക്കാതെ തന്ത്രപൂർവം അവിടെ നിർത്തി. ഇതേ സമയം സുൽത്താൻ അവളോട് ചോദിച്ചു, ഷെഹർസാദ, പറയൂ, പിന്നെ എന്ത് സംഭവിച്ചു? കേൾക്കട്ടെ. ഇതിൻ്റെ ബാക്കി കഥ ഇന്നു രാത്രി പറയാമെന്ന് അവൾ പറഞ്ഞത് അദ്ദേഹം അനുസരിച്ചു. ആദ്യം കഥ മുഴുവൻ പറഞ്ഞു തീരട്ടെ, പിന്നെ മറ്റുള്ള കാര്യമെന്ന് സുൽത്താൻ ചിന്തിച്ചു. അങ്ങനെ ഒന്നും രണ്ടുമല്ല 1001 രാവുകൾ തുടർച്ചയായി കഥ കേട്ടിരുന്ന അദ്ദേഹം ഒടുവിൽ സ്ത്രീകൾ എല്ലാവരും മോശക്കാരല്ല എന്ന നിഗമനത്തിലെത്തി. വാളും വധശിക്ഷയും ഒഴിവാക്കി ഷെഹർസാദയുമൊത്ത് സന്തോഷമായി ജീവിച്ചു. ആ രാത്രികളിൽ പറഞ്ഞ കഥകൾ പിൽക്കാലത്ത് 1001 രാവുകൾ എന്ന പേരിൽ പ്രശസ്തമായി.